അങ്ങനെ നമ്മുടെ SSC-CGL-ന്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇന്നേക്ക് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ ഉള്ളത്, എന്തൊക്കെയാണ് വേക്കൻസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രധാനപ്പെട്ട ഡേറ്റ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ മുഴുവനും കാണുക. അതുപോലെ തന്നെ CGL എഴുതാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഈ വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇനി SSC-CGL എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ചെറിയൊരു ഇൻട്രോ തന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സർവീസുകളിലേക്ക് നമുക്കൊക്കെ പരീക്ഷ നടത്തിയ ആളുകളെ എടുക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാണ്. അപ്പോൾ അവരുടെ ഡിഗ്രി ലെവൽ പരീക്ഷയാണ് CGL എന്ന് പറയുന്നത്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അല്ല SSC-CGL എന്ന് പറയുന്നത്. അപ്പോൾ ആ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആ നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെയുണ്ട് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം, കണ്ടന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആളുകളെ അട്രാക്ട് ചെയ്തതുമായിട്ടുള്ള കാര്യം എന്താണ്? വേക്കൻസീസ് ആണ്. 17,727 വേക്കൻസീസ് ആണുള്ളത്. അപ്പോൾ 17,000+ വേക്കൻസി എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമല്ല. നമുക്കറിയാം കഴിഞ്ഞ തവണ ഇതിന്റെ പകുതി വേക്കൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ CGL ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 2023 CGL-ന്റെ വേക്കൻസി കുറവായിരുന്നു. പ്രിലിംസിൽ തന്നെ 150 അടുത്തായിരുന്നു കട്ട് ഓഫ്, 150 മുകളിലായിരുന്നു കട്ട് ഓഫ്. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇത്തവണ അങ്ങനെയല്ല സാഹചര്യം. കുറച്ചും കൂടെ ആളുകൾക്ക് അവസരമുണ്ട്, ഇരട്ടിയോളം ആളുകൾക്ക് അവസരമുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തവണ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളായിട്ടുള്ള ആളുകൾ, തുടങ്ങിയിട്ട് മിനിമം ഒരു 6 മാസമെങ്കിലായിട്ടുള്ള ആളുകൾ വലിയൊരു ഫൈറ്റ് തന്നെ കൊടുക്കാനുള്ള ഒരു അവസരം ഇത്തവണ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് അവസരം ഇല്ലാന്നൊന്നുമല്ല, നിങ്ങളും ഫൈറ്റ് ചെയ്യുക. കോമ്പറ്റീഷൻ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആരാണോ അവരാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഇനിയുള്ള സമയം ധാരാളമാണ്. പക്ഷെ നന്നായിട്ടിരുന്ന് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, അതിനു മുമ്പ് നമുക്ക് നോട്ടിഫിക്കേഷൻ്റെ അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം. എന്തൊക്കെയാണുള്ളത്? ഈ 17,000+ വേക്കൻസീസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ഏത് പോസ്റ്റിലേക്കാണ് അതും നമ്മളെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോസ്റ്റുകളെ പറ്റി പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി കണ്ടന്റിലേക്ക് പോകാം. അപ്പോൾ പോസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ നോട്ടിഫിക്കേഷനിൽ പേ ലെവൽ 7-ൽ ഇത്രയും പോസ്റ്റുകളാണ് മെയിനായിട്ടും കാണാൻ പോകുന്നത്. ഇപ്പോൾ എന്താണ് പേ ലെവൽ 7? ഒരു ലെവൽ, അതായത് നിങ്ങൾക്ക് സാലറി കിട്ടുന്ന ഒരു ലെവലിനെ പറ്റിയാണ് പേ ലെവൽ 7 പറയുന്നത്. അത് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പേ ലെവൽ 7-ലുള്ള ജോലികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ASO ഉണ്ട്. ASO ഇൻ CSS, IB, ഡിഫറെൻറ്റ് മിനിസ്ട്രീസ്. ഈ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ് എന്ന് പറയുമ്പോൾ MEA, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, പിന്നെ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് ASO എന്ന് പറയുന്ന പോസ്റ്റ് ഒരു ഗ്രൂപ്പ് B പോസ്റ്റാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, റെയിൽവേ പരീക്ഷകളിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രൂപ്പ് B ആളുകളെ എടുക്കാറില്ല, ഗ്രൂപ്പ് B പോസ്റ്റിലേക്ക് ആളുകളെ എടുക്കാറില്ല. ഗ്രൂപ്പ് A എന്താ, ഗ്രൂപ്പ് B എന്താ, ഗ്രൂപ്പ് C എന്താ നിങ്ങൾക്കറിയാം. ഗ്രൂപ്പ് A എന്ന് പറഞ്ഞാൽ UPSC പരീക്ഷ നടത്തിയെടുക്കുന്ന കാൻഡിഡേറ്റ്സിനെയാണ് ഗ്രൂപ്പ് Aയിലേക്ക് പോകുന്നത്. അവർക്കാണ് ഗ്രൂപ്പ് A ജോലി കിട്ടുന്നത്. ഇപ്പോൾ റെയിൽവേയുടെ വരെ ഗ്രൂപ്പ് B പോസ്റ്റുകൾ ഫില്ല് ചെയ്യാൻ SSC-CGL വഴി ആളുകളെ എടുക്കാറുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് മിനിസ്ട്രീസിലേക്ക് ASO ിലേക്കുള്ള പോസ്റ്റിംഗ് നടക്കുന്നത് CGL വഴിയാണ്. അത് പേ ലെവൽ 7 ആണ്. ഈ പേ ലെവൽ 7 ആണ് ഏറ്റവും വലിയ പേ ലെവൽ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്, അത് എടുക്കുന്നത് CGL വഴിയാണ്. പിന്നെ ഇൻസ്പെക്ടർ ഇൻ സെൻട്രൽ എക്സൈസ്, എക്സാമിനർ, പ്രിവെന്റീവ് ഓഫീസർ. അപ്പോൾ ഈ ഇൻസ്പെക്ടർ, രണ്ടാമത്തെ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത് നമ്മളെ കസ്റ്റംസിലുള്ള ഇൻസ്പെക്ടറാണ്. മൂന്ന് പോസ്റ്റുകളുണ്ട്. സെൻട്രൽ എക്സൈസ്, എക്സാമിനർ, പ്രിവെന്റീവ് ഓഫീസർ. ഓക്കെ, പിന്നീടുള്ളത് അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ. നിങ്ങൾക്കറിയാം ED, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പോൾ അതിനകത്തുള്ളതാണ്. പിന്നെ സബ് ഇൻസ്പെക്ടർ ഉണ്ട്, CBI. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് CBI സബ് ഇൻസ്പെക്ടർ എന്താണെന്നുള്ളത്, ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതിലേക്ക് പേ ലെവൽ 7 നിന്നാണ് ആളുകൾ എടുക്കുന്നത്. പിന്നെ വേരിയസ് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, ഒരുപാട് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ ഇതല്ലാതെ ഉണ്ട്. ഓരോ മിനിസ്ട്രികളിലേക്കുള്ള ഇൻസ്പെക്ടർ പോസ്റ്റുകളുണ്ട്. അതൊക്കെയാണ് ഈ പേ ലെവൽ 7-ൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഓരോ ആളുകളെയാണ് എടുക്കുക? അല്ല, ഇതിൽ നിന്നൊക്കെ ഒരുപാട് ആളുകളെ എടുക്കും. ഇപ്പോൾ 17,000 വേക്കൻസിയും വരാൻ പോകുന്നത് ഇതിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ചില പോസ്റ്റുകളിൽ 1000 വേക്കൻസി ഉണ്ടാവും, ചില പോസ്റ്റുകളിൽ 500 വേക്കൻസി ഉണ്ടാവും, 200 വേക്കൻസി ഉള്ള പോസ്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പോസ്റ്റ് ഏതാണോ അത് മനസ്സിൽ കണ്ടുകൊണ്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഉണ്ടാവേണ്ട മോട്ടിവേഷൻ. അല്ലാതെ ആരെങ്കിലും ഒരാൾ ഒരു സ്റ്റാറ്റസ് ഇടുമ്പോൾ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന മോട്ടിവേഷൻ ഉണ്ടല്ലോ, അതല്ല നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. ഇതിലുള്ള ഒരു ആഗ്രഹം, ഇതിലുള്ളൊരു പോസ്റ്റ് എന്നുള്ളൊരു ആഗ്രഹം, അതായിരിക്കണം ഇനിയുള്ള 6 മാസത്തേക്കുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പോൾ പേ ലെവൽ 7 കഴിഞ്ഞു. പിന്നെ പേ ലെവൽ 6, പേ ലെവൽ 7-ലുള്ള പ്രധാനപ്പെട്ടതൊക്കെ പറഞ്ഞു. ഇനി പേ ലെവൽ 6, ഇവിടെയും ASO ഉണ്ട്, ഡിവിഷണൽ അക്കൗണ്ടന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, റിസർച്ച് അസിസ്റ്റന്റ്, JSO, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ, NIA ഉണ്ട്, നാർക്കോട്ടിക്സും ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന മാത്രമേ ഉള്ളൂ. ഞാനിത് വായിച്ചു തരേണ്ട കാര്യമില്ല, വായിച്ചു നിന്ന് ഞാൻ സമയം കളയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റുകളെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ച് വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഇതൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റുകളെ പറ്റിയാണ് പറയുന്നത്. NHRC എന്ന് പറഞ്ഞാൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്
കമ്മീഷനാണ്. അപ്പോൾ അങ്ങനെ ഓരോ മിനിസ്ട്രിയിലേക്കും CBIC-യിലേക്കും NIA-യിലേക്കും നാർക്കോട്ടിക്സിലേക്കും ഒക്കെ എടുക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി പേ ലെവൽ 5 ഇവിടെ എഴുതിയിട്ടുണ്ട്. പേ ലെവൽ 5 നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓഡിറ്റർ ഉണ്ട്, അക്കൗണ്ടന്റ് ഉണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പോസ്റ്റുകളെ പറ്റി മാത്രമാണ് ഞാൻ അതിൽ പറഞ്ഞു പോകുന്നത്, കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റുകൾ. ഇനി പേ ലെവൽ 4 ഏറ്റവും അവസാനത്തെ പേ ലെവലാണ് പേ ലെവൽ 4. PAS എന്ന് പറഞ്ഞാൽ പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് ആണ്. മറ്റ് പോസ്റ്റുകൾ നിങ്ങൾക്ക് പരിചയമുള്ള പോസ്റ്റുകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് 17,000+ വേക്കൻസീസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഓരോ പോസ്റ്റിനും ഒരുപാട് വേക്കൻസീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്വപ്നം കാണുന്ന പോസ്റ്റിനും ആവശ്യത്തിലധികം വേക്കൻസീസ് ഉണ്ട്. അതുകൊണ്ട് പഠിക്കാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുത്തോളാം. ഇനി പോസ്റ്റുകളെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിലുള്ളൊരു പേ ലെവലിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ. എന്താണ് പേ? ഓരോ പേ ലെവൽ ഉണ്ടായിരുന്നു. പേ ലെവൽ 4 ഉണ്ടായിരുന്നു, 5 ഉണ്ടായിരുന്നു, 6 ഉണ്ടായിരുന്നു, 7 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ ബേസിക് പേനെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ്. ഈ പേ ലെവൽ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു പേ ലെവൽ 4 ആ ലിസ്റ്റിലുള്ള ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 25,500 ടു 81,100 രൂപയാണ് ബേസിക് പേ ആയിട്ട് കൈ കിട്ടുക. ഓക്കെ, അതായത് നിങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പേ മിനിമം 25,500 ആയിരിക്കും. അത് നിങ്ങൾ എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് ബേസിക് പേ കൂടിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക് പേ മാത്രമല്ല നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടാൻ പോകുന്നത്. അവിടെ അലവൻസുകൾ ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അലവൻസുകൾ, കേന്ദ്ര സർക്കാർ ജോലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാലറിയോളം വരുന്ന അലവൻസുകളാണ്. അപ്പോൾ ഒരുപാട് അലവൻസുകൾ നിങ്ങൾക്ക് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ജോലി പേ ലെവൽ 4 ഒരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ പ്രത്യേകിച്ച് ഒരു ചെറിയ പ്രായത്തിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു പേ ലെവൽ 4 ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നതുല്യമായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ സ്റ്റേബിൾ ആവുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ പേ ലെവൽ 4 അതാണ്. ഇനി പേ ലെവൽ 5 വരുന്ന സമയത്ത് നിങ്ങൾ നോക്ക്, 29,000 എന്നുള്ളൊരു ലെവലിലേക്ക് അതിന്റെ മിനിമം മാറും. അതുപോലെ തന്നെ 92,000 അതിന്റെ മാക്സിമം മാറുന്നുണ്ട്. ഇനി പേ ലെവൽ 6 വരുമ്പോൾ 35,400 അതുപോലെ തന്നെ 1,12,000 പേ ലെവൽ ബേസിക് പേ മാറുന്നുണ്ട്. പേ ലെവൽ 7 വരുമ്പോൾ 44,900. ഇനി മാക്സിമം വരുന്നത് 1,42,400. 1,42,400. അപ്പോൾ ഇതാണ് പേ ലെവൽ എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ ബേസിക് പേ ആണ്, ഇതല്ല നിങ്ങളുടെ സാലറി. ഇതിനേക്കാളും ഒരു പടി മുകളിലായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഈ പേ ലെവലിലുള്ള സാലറി എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് നോട്ടിഫിക്കേഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തൊരു സെക്ഷനിലേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും പ്രശ്നം, എങ്ങനെയാണ് എനിക്ക് എഴുതാൻ പറ്റുക? ഇത് എഴുതാനുള്ള യോഗ്യത എന്താണ്, അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് എന്താണ്, എനിക്കിത് എഴുതാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ 4 സെക്ഷനായിട്ട് ഏജ് ലിമിറ്റ് തിരിച്ചിട്ടുണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷകളുണ്ട്. പരീക്ഷ ഒറ്റയൊന്നേ ഉള്ളൂ, പക്ഷെ അതിലുള്ള പോസ്റ്റുകളുണ്ടല്ലോ, നമ്മൾ പറഞ്ഞത് പല പോസ്റ്റുകൾക്കും പല ഏജ് ലിമിറ്റ് ആണ്. അപ്പൊ അതിൽ 18 മുതൽ 27 വരെ വയസ്സുള്ള ആളുകൾക്ക് ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഈ പറയുന്ന പേ ലെവൽ 4ഉം 5ഉം പേ ലെവൽ 4ഉം 5ഉം എല്ലാ പോസ്റ്റുകളും 18 ടു 27 വയസ്സായിരിക്കും. നിങ്ങൾ ഓർത്തോളാം, പേ ലെവൽ 4ലും 5ലുള്ള ഒരു ജോലിയാണ് നിങ്ങൾ എയിം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രായം 18നും 27നും ഇടയിലായിരിക്കണം. ഇനി 18 മുതൽ 30 വയസ്സ് വരെയുള്ള പോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ നിങ്ങൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് 18 മുതൽ 30 വയസ്സ് വരെ വേണം. അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ളത് ഏറ്റവും പ്രധാനമായിട്ടും പേ ലെവൽ 6ലും 7ലും ആണ്. 18 മുതൽ 30 വയസ്സ് വരെയുള്ള പോസ്റ്റുകൾ കൂടുതലും ഉള്ളത് 6ലും 7ലും ആണ്. ഈ 6ലും 7ലും തന്നെ 18 മുതൽ 27 വയസ്സ് വരെയുള്ള 1-2 പോസ്റ്റുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 18 മുതൽ 30 വരെ വയസ്സുള്ളത് എവിടെയുണ്ട്? പേ ലെവൽ 6ലും 7ലും ഉണ്ട്. പിന്നെ 20 മുതൽ 30 വയസ്സ് വരെ ഉള്ളതും പേ ലെവൽ 6, 7 ആ ഒരു സ്ഥലത്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. പിന്നെ 20 മുതൽ 32 വയസ്സ് വരെ നിങ്ങളെ JSO എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. അപ്പൊ ആ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് 20 മുതൽ 32 വയസ്സ് വരെയുള്ള ആളുകൾക്ക് പരീക്ഷ എഴുതാം. അവിടെ മാത്രമാണ് 32 എന്നുള്ളൊരു ലിമിറ്റിലേക്ക് പോകുന്നത്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ 30 വയസ്സാണ് പ്രായം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്ന സമയത്ത് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് ഇപ്പം 30 വയസ്സായിട്ടുണ്ട്, എനിക്ക് എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ എനിക്ക് 18 വയസ്സ് ആവുന്നതേ ഉള്ളൂ, എനിക്ക് എഴുതാൻ പറ്റുമോ? എപ്പോൾ 18 വയസ്സാവണം? വലിയൊരു കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തൊരു സ്ലൈഡ് വെച്ചിട്ടുള്ളത്. ഓക്കെ, ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓഗസ്റ്റ് 1, 2024 ഈ ഓഗസ്റ്റ് 1, 2024 ബേസ് ചെയ്തിട്ട് അന്നത്തെ നിങ്ങളുടെ വയസ്സ് എന്താണ്, അതാണ് നിങ്ങൾ ഏജ് ലിമിറ്റിൽ കണക്കാക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ വയസ്സല്ല, ഓഗസ്റ്റ് 1 നിങ്ങൾക്ക് എത്ര വയസ്സാവും, അതാണ് അവിടെ ക്രൂഷ്യൽ ഡേറ്റ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ഡേറ്റിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രായം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? അതിനാണ് ഈ ടേബിൾ നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളാം. നോക്കിക്കോ, എങ്ങനെയാണ് ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഒരു 18 മുതൽ 27 വയസ്സ് വരെയുള്ള ഒരു ജോലി എഴുതാൻ പോവുക. ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ജോലിയാണ്, പോസ്റ്റിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എയിം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ
നിങ്ങൾ നോട്ട് ബോൺ ഏർലിയർ ദാൻ 2/8/1997 ആയിരിക്കണം. അതായത് നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ 1997 ഓഗസ്റ്റ് 2-ാം തീയതിക്ക് മുൻപ് ജനിച്ച ആളാവാൻ പാടില്ല. അതുപോലെ തന്നെ 1/8/2006 ഓഗസ്റ്റ് 1-ന് ശേഷം ജനിച്ച ആളാവാനും പാടില്ല. ഓക്കെ, അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നിങ്ങളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പരീക്ഷ എഴുതാൻ പറ്റും. ഇനി നിങ്ങൾ 30 വയസ്സ് വരെയുള്ള പോസ്റ്റുകളാണ് നോക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് 97 എന്നുള്ളത് 94 മാറുന്നൊരു വ്യത്യാസമുള്ളത് 1994 ഓഗസ്റ്റ് 2-ാം തീയതിക്ക് മുൻപ് ജനിച്ച ആളാവാൻ പാടില്ല. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. ഓക്കെ, അപ്പോൾ നോട്ട് ബോൺ ലേറ്റർ ദാനും അതുപോലെ തന്നെ നോട്ട് ബോൺ ഏർലിയർ ദാനും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഇടയിൽ ഏതിലാ വരുന്നത് നോക്കുക. ഇനി ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞതിലൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത് ഇതിനൊക്കെ ഡിഫറൻ്റ് ആയിട്ടാണോ അപ്ലൈ ചെയ്യേണ്ടത്? അങ്ങനെയൊന്നുമല്ല. 18 മുതൽ 27 വരെ ആണെങ്കിലും 18 മുതൽ 30 വരെ ആണെങ്കിലും 20 മുതൽ 30 വരെ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ആകെ ഒരു അപ്ലിക്കേഷനേ ചെയ്യാനുള്ളൂ. ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിങ്ങളെ മാർക്കിനനുസരിച്ചാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുക. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി വെച്ചോളൂ. അല്ലാതെ എനിക്ക് 18 മുതൽ 27 വരെയുള്ളത് മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് പേ ലെവൽ 4 വരെ മാത്രം മതി എന്ന് പറഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പരീക്ഷയ്ക്ക് മൊത്തത്തിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഉണ്ട്. ഈ പോസ്റ്റുകളൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആയിരിക്കണം നിങ്ങളെ ബർത്ത്ഡേ ഇതിന്റെ ഇടയിലൊക്കെ വന്നിട്ടുണ്ടാവണം എന്നുള്ളത് മനസ്സിലാക്കുക. ഇതൊരു ജനറൽ കാൻഡിഡേറ്റിനെ സംബന്ധിച്ചാണ്. ഇനി നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒരു +3 ഇവിടെ ഇല്ലേ, അപ്പർ ഏജ് ലിമിറ്റ് ഇല്ലേ, അതായത് 1997 എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 വർഷം റിലാക്സേഷൻ കിട്ടും. ഇവിടെ ഇല്ല കേട്ടോ. എല്ലാവരും 2006-ന് ശേഷം ജനിച്ച ആളുകളായിരിക്കണം, 2007-ന് മുന്നേ ജനിച്ച ആളുകളായിരിക്കണം. പക്ഷെ ഇവിടെ നിങ്ങൾ അപ്പർ ഏജ് ലിമിറ്റിൽ ഒരു 3 കുറയ്ക്കാൻ പറ്റും. അതായത് 1994 ജനിച്ച ഒരു OBC കാൻഡിഡേറ്റിന് ഈ 18 മുതൽ 27 വയസ്സ് വരെയുള്ള പോസ്റ്റിന് യോഗ്യതയുണ്ട്. അപ്പോൾ ഒരു 3 വയസ്സ് നിങ്ങൾക്ക് കുറയ്ക്കാം. നിങ്ങൾ OBC ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 വയസ്സ് കുറയ്ക്കാം. നിങ്ങൾ OBC ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 3 വയസ്സ് കുറയ്ക്കാം, 3 വർഷം കുറയ്ക്കാം. ഇത് 1991 എന്നാവും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇനി SC/ST ആണെങ്കിൽ, SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 എന്നുള്ളത് 5 വർഷം റിലാക്സേഷൻ കിട്ടും. ഈ ഒരു റോയിൽ നിന്ന് വർഷത്തിൽ നിന്ന് നിങ്ങൾക്ക് 5 വെച്ച് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ SC കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾക്ക് 18 മുതൽ 27 വയസ്സ് വരെയുള്ള ഒരു പോസ്റ്റിനാണ് നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു 5 കുറയ്ക്കുക, 1992. അപ്പൊ 1992 ഓഗസ്റ്റ് 2-ന് ശേഷം ജനിച്ച ഒരു SC കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷ എഴുതാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഏതാണോ നിങ്ങൾ നോക്കുന്നത് അതിനോട് ഒരു 5 കുറച്ചാൽ മതി. റെഡി? ഇതാണ് ഒരു കോമൺ ആയിട്ടുള്ള ഏജ് ലിമിറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കാം. ഇനി ക്വാളിഫിക്കേഷൻ എന്താണ്? വിദ്യാഭ്യാസ യോഗ്യത. അപ്പൊ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുമ്പോൾ ബേസിക്കലി ഡിഗ്രി തന്നെയാണ് നമ്മളെ വിദ്യാഭ്യാസ യോഗ്യത എന്നുള്ളത്. അപ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. നിങ്ങളെ യൂണിവേഴ്സിറ്റി SSC റെക്കഗ്നൈസ്ഡ് ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റി എന്നുള്ള ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അല്ലെങ്കിൽ SSC റെക്കഗ്നൈസ്ഡ് ചെയ്തിട്ടുള്ള ഒരു ഇക്വലന്റ് ഒരു ഡിഗ്രി നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. ഓക്കെ, അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ഈ എല്ലാ പോസ്റ്റുകൾക്കും വേണ്ട യോഗ്യത എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ ഡിഗ്രി എന്ന് പാസ്സായിട്ടുണ്ടാവണം. ഇപ്പൊ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്, പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്, അതുപോലെ തന്നെ 1-2 ബാക്ക് പേപ്പർ ഉള്ള കുട്ടികളുണ്ട്. അപ്പൊ അവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്, ക്രൂഷ്യൽ ഡേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഡേറ്റ് 1/8/2024 ഓഗസ്റ്റ് 1-ാം തീയതിക്ക് മുമ്പായിട്ട്, 2024 ഓഗസ്റ്റ് 1-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാ പേപ്പറുകളും നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം. കയ്യിൽ സർട്ടിഫിക്കറ്റ് വേണം എന്നല്ല പറയുന്നത്. ഓഗസ്റ്റ് 1-ന് മുന്നേ എല്ലാ പേപ്പറും നിങ്ങൾ പാസ്സായിട്ടുണ്ടാവണം. ഓഗസ്റ്റ് 1-ന് മുന്നേ നിങ്ങൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിരിക്കണം. സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം എന്നല്ല പറയുന്നത്. പാസ്സായാൽ മതി. അവസാനത്തെ സപ്ലി റിസൾട്ട് വരുന്നത് 1-ാം തീയതിക്ക് തൊട്ട് മുമ്പാണെങ്കിൽ ആ റിസൾട്ട് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ് ഓർത്ത് വെക്കുക. ഇതിനു മുന്നേ നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ എഴുതാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു 3 പോസ്റ്റുകൾക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയൊരു വ്യത്യാസം 3 പോസ്റ്റുകൾക്ക് മാത്രമാണ്. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർക്ക് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എനി യൂണിവേഴ്സിറ്റിയാണ്, റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത്. പിന്നെയോ
അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് അറ്റ് 12th സ്റ്റാൻഡേർഡ് ലെവൽ. അപ്പോൾ 12ാം ക്ലാസ് +2 പഠിക്കുന്ന സമയത്ത് 60% മാത്സിൽ മാർക്ക് ഉണ്ടാവണം. അതായത് +2 മാത്സ് പഠിച്ച ആളായിരിക്കണം ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പരീക്ഷ എഴുതുന്നത്. അവർക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പരീക്ഷ എന്ന് പറഞ്ഞാൽ CGL പരീക്ഷ തന്നെയാണ്. പക്ഷെ അവർക്ക് ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇവിടെ 12th ഒരു 60% മാർക്ക് ഉണ്ടാവണം മാത്സിന്. ഇനി അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ നിങ്ങൾ +2 മാത്സ് പഠിച്ചിട്ടില്ല, പകരം ഡിഗ്രിക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, അങ്ങനെയാണെങ്കിലും ഈ ഒരു പോസ്റ്റിന് വേണ്ടി നിങ്ങൾക്ക് യോഗ്യതയുണ്ട് എന്നാണ് അർത്ഥം. ഇനി അതുപോലെ തന്നെ ഒരു പോസ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഈ പോസ്റ്റിന് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡിഗ്രിയിൽ എന്തുണ്ടാവണം? സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട്, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത്. ഡിഗ്രി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കണം, മിനിമം ഒരു പേപ്പർ സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലേ ഈ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ട് വരുന്നുള്ളൂ. ഇനി ഒരു പോസ്റ്റും കൂടെ ഉണ്ട്, റിസർച്ച് അസിസ്റ്റന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു NHRC, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. അതിൽ റിസർച്ച് അസിസ്റ്റന്റ് ആവാൻ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രി മാത്രമാണ്. അവിടെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അതായത് ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഈ ഒരു ക്വാളിഫിക്കേഷനും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1 year റിസർച്ച് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. അതിന്റെ കൂടെ തന്നെ ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ്സ്. ഓക്കെ, അപ്പോൾ അതുണ്ടെങ്കിൽ ഡിസൈറബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഒന്ന് എയിം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിന് നിങ്ങളെ കൂട്ടുകാരെങ്കിലും സുഹൃത്തുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു ഡിഗ്രി ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയാ, ഇങ്ങനെ ഒരു അവസരമുണ്ട്. ഇങ്ങനെ അവസരം ഇത് ഒരുപാട് ആളുകളൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്കറിയാം, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അവരോടൊന്ന് ഇൻഫോം ചെയ്തേക്കുക ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത്. റെഡി? അപ്പോൾ അതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റി പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി ഇമ്പോർട്ടന്റ് ഡേറ്റുകളെ കുറിച്ച് പറയാം. 24ാം തീയതിയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത്, ഈ കഴിഞ്ഞ ജൂൺ 24ാം തീയതി. അപ്പോൾ ജൂൺ 24ാം തീയതി തന്നെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 24ാം തീയതി. അതെന്ന് വരെ ഉണ്ട്? ജൂലൈ 24ാം തീയതി വരെ ഈ ഒരു അപ്ലിക്കേഷൻ ഡേറ്റ് നീണ്ടുപോകും. അപ്പോൾ ഒരു മാസമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സമയം. അപ്പോൾ ഒരു മാസം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ ഒരു OBC കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ SC/ST കാൻഡിഡേറ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം തന്നെ നിങ്ങൾ വാങ്ങിച്ചു വെച്ചോളാം. അതായത് ഇപ്പോൾ OBC കാൻഡിഡേറ്റ്സിന് OBC NCL സർട്ടിഫിക്കറ്റ് വേണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്. അത് എവിടെ നിന്നാണ് കിട്ടുക? താലൂക്കിൽ നിന്നാണ് കിട്ടുക. അത് ഈ ഒരു മാസം നിങ്ങൾക്ക് തന്നിട്ടുള്ളത് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു 24ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളെ കയ്യിൽ ഉണ്ടാവണം. അതായത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എവിടെയും അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയും അപ്ലോഡ് ചെയ്യാനില്ല, പക്ഷെ അത് കയ്യിലുണ്ടാവണം. ഈ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എക്സാം എഴുതി നിങ്ങൾ നല്ല റിസൾട്ട് വാങ്ങി നിങ്ങൾ ജോലിക്ക് കയറുന്നതിന് മുമ്പുള്ള ഡോക്യുമെന്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്ത് 24/7/2024 ജൂലൈ മാസത്തിൽ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് എന്തുണ്ടാവണം? നിങ്ങളെ കയ്യിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റിൽ, ഞാൻ ഈ പറഞ്ഞ NCL സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഉണ്ടാവണം. അതായത് 24-ന് മുമ്പുള്ള ഒരു ഡേറ്റിൽ നിങ്ങൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം എന്ത് ചെയ്യുക? പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കുക. അപ്പോൾ കുറേ ആൾക്കാർ പറയും ഇത് അപ്ലോഡ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോഴേ വാങ്ങിക്കണ്ടല്ലോ. ഇപ്പോഴേ വാങ്ങിക്കണം, ഡേറ്റ് ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഒരു തരത്തിലും റിസ്ക് എടുക്കണ്ട. ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾ എഴുതാൻ പോകുന്ന ആളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നും, ഏതാ കാസ്റ്റ് റിസർവേഷനെ പറ്റി ഞാൻ പറയുന്നത്, താലൂക്ക് ഓഫീസിൽ നിന്നും നിങ്ങൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അതിനാണ് ഈ ഒരു മാസം. അപ്പോൾ പെട്ടെന്ന് ചെയ്യുക. ഞാൻ പറയാൻ വേറൊരു കാര്യം, 20ാം തീയതി ജൂലൈ 20 ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റ് വല്ലാത്ത ബ്ലോക്ക് ആയിരിക്കും. സാധാരണ അങ്ങനെ സംഭവിക്കാറ്, ട്രാഫിക് ഭയങ്കരമായിട്ട് കൂടുതലായിരിക്കും, സൈറ്റ് ജാം ആവും, ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റാതെയും. അപ്പോൾ SSC ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും, ഞങ്ങൾ ഒരു മാസം മുന്നേ പറഞ്ഞാണ് അപ്ലൈ ചെയ്തോന്ന്, ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അവസരമില്ല, 24 കഴിഞ്ഞാൽ ഒരു ദിവസം പോലും എക്സ്റ്റെൻഡ് ചെയ്ത് തരില്ല. അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ തന്നെയാണ് പറയാറുള്ളത്. അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യും എന്ന് പ്രതീക്ഷിക്കരുത്. പരമാവധി നേരത്തെ സർട്ടിഫിക്കറ്റ്സ് വാങ്ങി വെക്കുക, പരമാവധി നേരത്തെ അപ്ലൈ ചെയ്ത് വെക്കുക. ഓക്കെ, ഒരു 12ാം തീയതി 13ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്ത് ഫിനിഷ് ചെയ്യാൻ, ആ ഒരു കാര്യം അങ്ങ് ചെയ്ത് തീർക്കാൻ ഓർത്തുള്ള. ഇനി ഫീസ് ഉണ്ട് ആൺകുട്ടികൾക്ക്, അതായത് റിസർവേഷൻ ഇല്ലാത്ത ആൺകുട്ടികൾക്ക്, OBC ആൺകുട്ടികൾക്കും കൂടെ ഉണ്ട് 100 രൂപ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാക്കി ആർക്കും ഫീസ് കൊടുക്കേണ്ടതില്ല, പെൺകുട്ടികൾക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ 100 രൂപ മാത്രമാണ് ഫീസ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് CGL എഴുതുന്നത്, ഇതുവരെ പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നാണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തോളാം. ഒരു 100 രൂപയല്ലേ, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങളെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും. നിങ്ങൾ പരീക്ഷ എഴുതിയപ്പോഴാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമാണ്, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും, ജോലി കിട്ടും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളൊരു 100 രൂപ ചെലവാക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇനി
അവിടെ തന്നെ നിങ്ങൾക്ക് കറക്ഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ റെസിപ്റ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അത് ഞാൻ പറഞ്ഞ പോലെ 24-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് പേയ്മെന്റിന് തൊട്ടടുത്ത ദിവസം 25-ാം തീയതി വരെ സമയമുണ്ട്. അതായത് 100 രൂപ പേ ചെയ്യാനുള്ള സമയമാണ് 25-ാം തീയതി വരെ. ഇനി വിൻഡോ ഓഫ് കറക്ഷൻ, നിങ്ങൾ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റ് വരുത്താൻ പാടില്ല. തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ 10-ാം തീയതി മുതൽ 11-ാം തീയതി വരെ, ഏത് മാസം? അടുത്ത മാസം ജൂലൈ ഓഗസ്റ്റ് മാസം ഈ ഒരു 10-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നിങ്ങൾക്ക് അവസരം ഉണ്ടാവും. അതും നിങ്ങൾ അത് ഉപയോഗിക്കാണ്ടിരിക്കുക, അതിന് മുന്നേ തന്നെ വൃത്തിയായിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്തിരിക്കുക. ഇനി അത് കഴിഞ്ഞാൽ എക്സാമിന്റെ ഡേറ്റ് പ്രിലിംസ് എക്സാം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബറിലാണ്. അത് കഴിഞ്ഞാൽ ടയർ 2 പരീക്ഷ നടക്കാൻ പോകുന്നത്, പ്രിലിംസ് കഴിഞ്ഞാൽ മെയിൻസ് ആണ്. ടയർ 2 പരീക്ഷ നടക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലാണ്. അപ്പൊ കറക്റ്റായിട്ട് പറഞ്ഞാൽ ടയർ 2 പരീക്ഷയ്ക്ക് ഒരു 5-6 മാസം സമയമുണ്ട്. എങ്കിൽ പോലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാത്ത ഒരാൾക്ക് മെയിൻസ് എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ ടയർ 1 ക്വാളിഫൈ ആവാത്ത ആൾക്ക് ടയർ 2 എഴുതാൻ പറ്റില്ല. അപ്പൊ ടയർ 1-ന് വേണ്ടിയിട്ട് അതെങ്ങനെയെങ്കിലും ക്വാളിഫൈ ആവുക, അതിലൊരു മിനിമം മാർക്ക് വാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടെ പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ മറന്നു പോകാണ്ടിരിക്കുക. ഓക്കെ, ഇനി ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ? ഇപ്പൊ നിങ്ങൾ കുറെ ആളുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം 4 സബ്ജക്റ്റുകളാണുള്ളത്: മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK. ഈ 4 സബ്ജക്റ്റുകൾ എങ്ങനെ പഠിക്കണം? സ്ട്രാറ്റജി ഒരു പ്രശ്നമാണ് അല്ലേ? ഇനി 3 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാൽ നിങ്ങളെ പ്രിലിംസ് വരാൻ പോവാണ്. അതെങ്ങനെയെങ്കിലും കടന്നുകൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കണം. അതാണ് സ്ട്രാറ്റജി. സ്ട്രാറ്റജിയിൽ ഏറ്റവും പ്രധാനമായിട്ട് ആ ഒരു ഐഡിയ ആണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് കടന്നുകൂടുന്ന കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഇപ്പോഴേ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങിക്കോളാം. ഇനി എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ സമയം ചെലവാക്കേണ്ടത്? എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ എങ്ങനെയാണ് കൃത്യമായിട്ട് ചിട്ടയോടെ ഇരുന്ന് പഠിക്കേണ്ടത് എന്നുള്ള അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ദിശ അക്കാദമി എന്നും നിലകൊണ്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്കൊരു ഡയറക്ഷൻ പറഞ്ഞു തരാൻ ദിശ അക്കാദമി ഉണ്ട്. അപ്പോൾ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്നുള്ളൊരു വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അതറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അപ്പോൾ തൊട്ടടുത്ത ദിവസം വരുന്ന ആ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ട് മനസ്സിലാക്കി അതിൽ നിന്നുള്ള എല്ലാ പോസിറ്റീവ് സാധനങ്ങളും പോസിറ്റീവ് സൈഡുകളും എടുത്തുകൊണ്ട് നിങ്ങൾ നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടാക്കി പഠിച്ചോളാം. ഓക്കെ, അപ്പൊ സ്ട്രാറ്റജിന്റെ കാര്യത്തിൽ മെയിൻ ആയിട്ട് അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് പഠിക്കുന്ന 3 സെറ്റ് കുട്ടികളുണ്ട്. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. അവരങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. നമ്മളെ സ്ട്രാറ്റജി വീഡിയോ കണ്ടിട്ട് അവർ ഇതുവരെ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെങ്കിൽ ആ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്ത് അങ്ങ് പഠിച്ചു പോയാൽ മതി. വേറെ നിങ്ങൾ ഒന്നും ചിന്തിക്കേണ്ട, ഒന്നിനു വേണ്ടി സമയം ചെലവാക്കണ്ട. ഇനി അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. എങ്ങനെ പഠിച്ചു തുടങ്ങണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എന്ത് പഠിക്കണം എന്നറിയില്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ചൊക്കെ അറിയാം പക്ഷെ ഒറ്റയ്ക്ക് പഠിച്ചിട്ട് അങ്ങ് ശരിയാകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മളെ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇപ്പൊ നമ്മളൊക്കെയാണ്, ഈ കാണുന്ന ആളുകളാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂട്ടത്തിലേക്ക് നിങ്ങൾക്ക് വന്നിരുന്ന് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കുറച്ച് നമ്പറുകളുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്തുണ്ട്, കൊട്ടാരക്കരയുണ്ട്, കാലിക്കറ്റുണ്ട്, കൊല്ലമുണ്ട്. എല്ലായിടത്തെയും നമ്പർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും വന്നിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറുകളിൽ വിളിക്കുക. അത് ഈ ഒരു CGL-ന് വേണ്ടി മാത്രമല്ല, SSC നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും, അതുപോലെ തന്നെ റെയിൽവേന്റെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിരുന്ന ആൾക്കാരൊക്കെ വലിയ മണ്ടത്തരം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇനി അടുത്ത പരീക്ഷേൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. സമയം നിങ്ങൾ അറിയാതെ കടന്നു പോകും. നിങ്ങളെ ജീവിതവും അതുപോലെ തന്നെ ഒന്നും എത്താത്ത നിലയിലായി പോകും. ഒരു കാരണവശാൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഏറ്റവും വൈസായിട്ട് ആക്ട് ചെയ്യുക. പഠിച്ചു തുടങ്ങേണ്ട ആളുകൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിക്കോളുക. ഞങ്ങളുടെ കൂടെ വന്ന് പഠിക്കേണ്ട ആളുകൾ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തിട്ട് വന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. CGL ഓൺലൈൻ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 2 കൈ നീട്ടി സ്വാഗതം ചെയ്യും. കാരണം നമ്മളെ CGL-ന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു കോമ്പറ്റീഷൻ ആവട്ടെ, നിങ്ങൾ കുറച്ചും കൂടെ നല്ല കുട്ടികളും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കുക. ഇനി ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയുന്ന ആളാണ്, നിങ്ങൾക്ക് അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്നും തിരിയേണ്ട കാര്യമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അതിൽ ഒരു സെക്കൻഡ് പോലും നിങ്ങൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ളത് പറയട്ടെ. ഇനി ഈ വീഡിയോ കണ്ട് നിങ്ങൾ സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടതില്ല, വീഡിയോ സ്കിപ്പ് ചെയ്തോളാം, പഠിച്ചോളാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്നുള്ളത് ഉറപ്പാണ്. അതിനുവേണ്ടി പഠിക്കുക എന്നുള്ളത് നിങ്ങൾ ചെയ്തോളാം. ഇനി അടുത്തൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, എങ്ങനെ അപ്ലൈ ചെയ്യണം? അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി തെറ്റുകൂടാതെ അപ്ലൈ ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മളെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഇരുന്ന് കാണുക. ഐശ്വര്യ മിസ് ചെയ്ത വീഡിയോ ആണ്. മിസ് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. മിസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. തെറ്റുകളൊന്നും വരുത്താതെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യേണ്ടത് 12-ാം തീയതിക്ക് മുന്നേ, ഞാൻ പറഞ്ഞല്ലോ 12-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ പരമാവധി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക,
നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിച്ചോളാം. അപ്പോൾ പഠിക്കുമ്പം എന്തൊക്കെ സഹായങ്ങളാണോ വേണ്ടത് തീർച്ചയായിട്ടും ഞങ്ങൾ കൂടെ ഉണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനൽ, ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. SSC CGL പഠിക്കുന്ന കുട്ടികളുള്ള ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ജോയിൻ ചെയ്യാം. അവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ ഇടുന്ന നോട്ട്സൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ആ നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അതുപോലെ തന്നെ കുട്ടികളായിട്ട് ഡിസ്കഷനിൽ ഏർപ്പെടാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങളത് നിങ്ങളുടെ ഒരു ഉപകാരത്തിന് വേണ്ടി, നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ആ ഒരു ഗ്രൂപ്പിനെ ഉപയോഗിക്കുക. എന്നിട്ട് നിങ്ങൾ വിജയിക്കുക. അപ്പോൾ നിങ്ങളുടെ വിജയത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും ആവാൻ കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരിക. അപ്പോൾ എല്ലാവർക്കും ഒരു തവണ കൂടെ ഓൾ ദ ബെസ്റ്റ് പറയാണ്. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ഇത്തവണത്തെ CGL പഠിക്കുക. ഇനിയൊരു അവസരം ഇങ്ങനെ വന്നില്ലെങ്കിലോ എന്ന് നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല, ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് കിട്ടിയ അവസരം ഒരിക്കലും പാഴാക്കാതെ ഏറ്റവും നന്നായിട്ട് പഠിച്ചോളാം. ഓൾ ദ ബെസ്റ്റ്.